ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. കപ്പ ഉലർത്തിയത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് എടുത്തതാണ്. തൊലി കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം ഈ കപ്പ ആദ്യം പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച വെള്ളമാണ്. അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. 3/4 വേഗം ആയതിനു ശേഷം വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കപ്പ എല്ലാം ഒരു 3/4 വേവായിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കണം. അടച്ച് വെച്ച് വേവിച്ചു. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് പൊട്ടിക്കാം. കടുകില്ല, ഒരു 6 വറ്റൽമുളക് ചതച്ചത് ചുവന്നുള്ളി അരിഞ്ഞു നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു കപ്പ് നാളികേരം ചിരകിയത്, ചാനൽ ആദ്യമായിട്ടാണ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി എടുക്കണമല്ലോ, അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അത് പാകമായിട്ട് കിട്ടും. ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇത് പ്രത്യേക കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ഒന്ന് സെർവ് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്